ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നന്മയുടെ നക്ഷത്രശോഭയിൽ സന്തോഷവും പ്രതീക്ഷയും നൽകി ലോകമെങ്ങും തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. സമാധാനത്തിന്റെയും വരാനിരിക്കുന്ന നല്ല നാളുകളുടെയും പ്രതീകം കൂടിയാണ് ക്രിസ്മസ്. എല്ലാ പ്രേക്ഷകർക്കും ജില്ലാ വാർത്തകളുടെ ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ദൈവപുത്രന്റെ തിരുപ്പിറവി അനുസ്മരിച്ച് ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും. ആതുര സേവനം സാമൂഹികമാക്കുക എന്ന ലക്ഷ്യവുമായി രാമകൃഷ്ണാശ്രമത്തിന്റെ ഡിസ്പെൻസറി മീഞ്ചന്തയിൽ. ക്ഷേത്ര പരിസരത്ത് ലോട്ടറി വിൽപ്പന നിരോധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ലോട്ടറി വിൽപ്പനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ സ്മരിച്ച് വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ക്രിസ്തുമസ് ആഘോഷിച്ചു. സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും ലോകത്തിൽ പ്രകാശം ചൊരിഞ്ഞ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുകയായിരുന്നു നാടെങ്ങും. ഉണ്ണിയേശുവിന്റെ പിറവിയുടെ ധന്യനിമിഷങ്ങൾ വിശ്വാസികൾ എത്തിക്കുക എന്ന ധർമ്മം ദേവാലയങ്ങളിലും ക്രിസ്തീയ ഭവനങ്ങളിലും പുൽക്കൂടൊരുക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു. ശാന്തിദൂതുമായി ലോകത്തിൽ അവതരിച്ച യേശുവിനെ വാഴ്ത്തി ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷയും നടന്നു. പാതിരാ കുർബാനയോടെ 25 നോയമ്പിന് പരിസമാപ്തിയായി. യുവാക്കളുടെ സംഘം കരോൾ ഗാനങ്ങളുമായി വീതികളിൽ നീങ്ങി. പുലരുവോളം വീതികളിൽ ഭക്തിപ്രഭ ചൊരിഞ്ഞു. മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അദ്ദേഹം ക്രിസ്തുമസ് സന്ദേശവും നൽകി. കണ്ണൂർ റോഡിലെ സെന്റ് ജോസഫ് സിറ്റി ദേവാലയത്തിലെ പാതിരാ കുർബാനയ്ക്ക് ഫാദർ അലേഷ്യസ് കുളങ്ങര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കല്ലായി സെന്റ് പാട്രിക് പള്ളിയിൽ പാതിരാ കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് പള്ളിയിലെ പാതിരാ കുർബാനയ്ക്ക് ഫാദർ MJ മാർസലിൻ കാർമ്മികനായി. മലാപ്പറമ്പ് ക്രൈസ്റ്റ് ദി കിങ് ചർച്ചിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഫാദർ ആന്റോ ഡിനീഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേരിക്കുന്ന് ഹോളി റിമിഴേഴ്സ് പള്ളിയിൽ നടന്ന പാതിരാ കുർബാനയ്ക്ക് ഫാദർ ജിയോലിൻ എഴോടത്ത് കാർമ്മികനായിരുന്നു. ചാത്തമംഗലം മോർണിംഗ് സ്റ്റാർ ചർച്ചിലെ പാതിരാ കുർബാനയ്ക്ക് ഫാദർ ജസ്റ്റിൻ ഒള്ളാട്ടുപുറം കാർമ്മികത്വം വഹിച്ചു. എരഞ്ഞിപ്പാലം പോൾ നഗർ പള്ളിയിലെ പാതിരാ കുർബാനയ്ക്ക് ഫാദർ VC ആൻഫ്രഡ് കാർമ്മികനായിരുന്നു. സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ രാവിലെ നടന്ന കുർബാനയ്ക്ക് റവറൻ ബിജു കെ ജോർജ് നേതൃത്വം നൽകി. മാനഞ്ചിറ CSI പള്ളിയിലും പാതിരാ കുർബാനയും വിവിധ പരിപാടികളും നടന്നു. പാറപ്പൊടി സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന വിശുദ്ധ കർമ്മങ്ങൾക്ക് മോൻ ജോൺ ഹൊറവങ്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബിലാത്തിക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ തിരുജന പെരുന്നാൾ ആഘോഷിച്ചു. പാതിരാ കുർബാന, തീജ്വാല ശുശ്രൂഷ എന്നിവയ്ക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോർജ് നേതൃത്വം നൽകി. ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്നല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണെന്ന് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന പാതിരാ കുർബാനയിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതല്ല, മറിച്ച് ദൈവം മനുഷ്യനെ അത്രയധികമായി സ്നേഹിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിന്റെ പുസ്തകം പ്രഖ്യാപിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവിധം ദൈവം
അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ക്രിസ്തുദേവന്റെ ദയാവായ്പിൽ മനസ്സർപ്പിച്ച് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ഇത്തവണയും കാരുണ്യ കുടുക്ക സമർപ്പണം നടന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് നിലമ്പൂരിലെ ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയ്ക്ക് കീഴിലുള്ള വിശ്വാസികൾ വീടുകളിലെ കുടുക്കയിൽ അർപ്പിക്കുന്ന പണം ജാതിമത ഭേദങ്ങളില്ലാതെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുക. മലപ്പുറം നിലമ്പൂരിലെ ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കാരുണ്യത്തിന്റെ പരിവേഷം കൂടിയുണ്ട്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇടവകയിൽ നടക്കുന്ന കാരുണ്യ കുടുക്ക സമർപ്പണം സമൂഹത്തിലെ നിർധനരും നിലാരംബരുമായവർക്കുള്ള കാരുണ്യ വർഷമായി മാറുകയാണ്. ക്രിസ്തുദേവന്റെ ത്യാഗസ്മരണ പുതുക്കുന്ന നാളുകളിൽ വിശ്വാസികൾ സ്വരൂപിക്കുന്ന പണം ഫാദർ സെബാസ്റ്റ്യൻ പാറയിലിന്റെ നേതൃത്വത്തിൽ ജാതിമത ചിന്തകളില്ലാതെയാണ് നാട്ടിൽ കാരുണ്യ പ്രവർത്തികൾക്കായി വിനിയോഗിക്കുന്നത്. ക്രിസ്തുമസിന് മുന്നോടിയായുള്ള നോമ്പുകാലത്ത് പള്ളിയിൽ നിന്നും നൽകുന്ന കാരുണ്യ കുടുക്ക വീടുകളിൽ പ്രാർത്ഥനാപൂർവ്വം സ്ഥാപിക്കുകയാണ് ആദ്യം ചെയ്യുക. ആഡംബര ജീവിതം ത്യജിച്ച് ദിവസവും സ്വരൂപിക്കുന്ന പണം ഓരോ കുടുംബവും കുടുക്കയിൽ നിക്ഷേപിക്കും. ഇടവകയിലെ 400ഓളം കുടുംബങ്ങൾ ഒരേ മനസ്സോടെയാണ് ഈ സൽപ്രവൃത്തിയിൽ പങ്കുകൊള്ളുന്നത്. ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കും. ഇറച്ചി, മീന്, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് എല്ലാവരുടെയും ഇതിലിട് നിക്ഷേപിക്കുകയായിരുന്നു. ഫാദർ സെബാസ്റ്റ്യൻ പാറയിലിന്റെ ആശയപ്രകാരം 3 വർഷം മുൻപാണ് ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിൽ കാരുണ്യ കുടുക്ക സമർപ്പണത്തിന് തുടക്കം കുറിച്ചത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് അതുമൂലം ശേഖരിക്കുന്ന വലിയൊരു തുക ഞങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ക്രിസ്മസ് നാളുകളിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് മറ്റുള്ളവർക്ക് ജാതിമത ഭേദമന്യേ അർഹിക്കുന്നവർക്ക് അത് വിതരണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരുണ്യ കുടുക്കകളിൽ സ്വരൂപിക്കുന്ന പണം ഓരോ കുടുംബവും ക്രിസ്തുമസിന്റെ തലേന്ന് പള്ളിയിലെത്തിക്കും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടെ നിലമ്പൂരിലെ സെന്റ് തോമസ് ചർച്ചിൽ നടക്കുന്ന വിശിഷ്ടമായ ചടങ്ങായി മാറിക്കഴിഞ്ഞു കാരുണ്യ കുടുക്ക സമർപ്പണം. ഇത്തരത്തിൽ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം ഇതര സമുദായത്തിൽപ്പെട്ട കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ ഇടവകയ്ക്കായി. ഈ വർഷം 2 നിർധന യുവതികളുടെ വിവാഹത്തിനും ഒരു ഭവന നിർമ്മാണത്തിനും ധനസഹായം നൽകാനാണ് തീരുമാനം. അത്യാവശ്യം സഹായം അഭ്യർത്ഥിച്ച് ആരെത്തിയാലും സെന്റ് തോമസ് ചർച്ചിൽ നിന്നും നിരാശയോടെ മടങ്ങേണ്ടി വരാറില്ല. ആതുര സേവനം സാമൂഹികമാക്കുകയെന്ന ലക്ഷ്യത്തോടെ മീഞ്ചന്ത രാമകൃഷ്ണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ഡിസ്പെൻസറി ആരംഭിച്ചു. മൈസൂർ രാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ സ്വാമി മുക്തിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം ചെലവിലാണ് ഡിസ്പെൻസറി സജ്ജമാക്കിയത്. മീഞ്ചന്ത ശ്രീരാമകൃഷ്ണ മിഷൻ സേവാശ്രമം നാട്ടുകാരുടെ വൈദ്യസേവനത്തിനായി പുതിയ ഡിസ്പെൻസറി കെട്ടിടം സജ്ജമാക്കി. എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ് സംവിധാനം തുടങ്ങി ആധുനിക സൌകര്യങ്ങളോടെയാണ് ഡിസ്പെൻസറി സജ്ജമാക്കിയത്. ശ്രീരാമകൃഷ്ണാശ്രമം ട്രസ്റ്റിയും മൈസൂർ രാമകൃഷ്ണാശ്രമ അധ്യക്ഷനുമായ സ്വാമി മുക്തിദാനന്ദ ഉദ്ഘാടനം ചെയ്തു. ദൈവം ഒന്നാണെന്നും സമൂഹത്തിന്റെ സമാധാനത്തിനും ഉന്നമനത്തിനുമായിരിക്കണം എല്ലാ മതങ്ങളും പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്വാമി വിവേകാനന്ദജി മഹാരാജ് started the educational activity and he encouraged education for all sections, all religious people to come and have education. Especially he encouraged Muslim women's education and gave them job as teachers too. So Ramakrishna Mission believes in serving all and harmony of religion. God is one. People call him by different name, and if you are only sincere and prayerful and have a pure mind, God reveals himself to them. That is the basic teaching of Sri Ramakrishna. ശ്രീരാമകൃഷ്ണ മിഷൻ സേവാശ്രമം സെക്രട്ടറി സ്വാമി വിനിശ്ചലാനന്ദ പദ്ധതി വിശദീകരിച്ചു. സ്വാമി സപ്രഭാനന്ദജി മഹാരാജ്, കൌൺസിലർ നമ്പിടി നാരായണൻ, കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പി കുമാരസ്വാമി, BPCL പ്രതിനിധി KN ശ്രീജിത്ത്, സ്വാമി പുനിയാത് മഹാരാജ്, പി ശങ്കരൻകുട്ടി, ഡോക്ടർ കെ മൊയ്തു, ഡോക്ടർ നിയാസ്, ഡോക്ടർ KG മൂർത്തി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചുരുങ്ങിയ ചിലവിൽ പ്രശസ്തരും വിദഗ്ധരുമായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ആശ്രമം മുന്നോട്ടു പോവുകയാണ്. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. പറ അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ.
മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. ക്ഷേത്ര പരിസരങ്ങളിൽ ലോട്ടറി വിൽപ്പന നിരോധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ജനുവരി 4-ന് ലോട്ടറി ഓഫീസ് മാർച്ച് നടത്താൻ കോഴിക്കോട്ട് ചേർന്ന ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ കൺവെൻഷൻ തീരുമാനിച്ചു. ക്ഷേത്ര പരിസരങ്ങൾക്ക് മുൻപിൽ ലോട്ടറി വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെ കോഴിക്കോട് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 4-ന് ലോട്ടറി ഓഫീസ് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചു. കോഴിക്കോട് CITU ജില്ലാ സെന്ററിൽ ചേർന്ന ജില്ലാ കൺവെൻഷൻ യൂണിയൻ സംസ്ഥാന ട്രഷറർ PM ജമാൽ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ലോട്ടറി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, കേരള ലോട്ടറി പ്രസ്ഥാനവും ഒരുപാട് വളർന്നു. ഈ രംഗത്ത് അതിശക്തമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായി ട്രേഡ് യൂണിയനുകളും സംഘടിത തൊഴിലാളി വിഭാഗങ്ങളും നടത്തിയിട്ടുള്ള കൃത്യമായ ഇടപെടലിന്റെ ഫലമായി ഒരുപാട് മുന്നോട്ട് പോകാൻ കേരള ലോട്ടറിക്കും ലോട്ടറി പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ മുന്നോട്ട് പോകുന്നതിന്റെയൊക്കെ തന്നെ യഥാർത്ഥ ശക്തി, അതിന്റെ പ്രചോദനം, അതിന്റെ ശില്പികൾ കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളാണ് എന്ന യാഥാർത്ഥ്യം കോഴിക്കോട് ജില്ലാ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സെക്രട്ടറി PR സോമൻ സ്വാഗതം പറഞ്ഞു. KK ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. PK ഹസൻ നന്ദി പറഞ്ഞു. കേരള വേലൻ സമാജത്തിന്റെ 17ാമത്തെ സംസ്ഥാന വാർഷിക കൌൺസിൽ യോഗം കോഴിക്കോട് ശിക്ഷക് സദനിൽ നടന്നു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ശിക്ഷക് സദനിൽ പതാക ഉയർത്തലോടെ വാർഷിക കൌൺസിൽ പരിപാടികൾ ആരംഭിച്ചു. 2 ഭാഗങ്ങളിലായാണ് യോഗം നടന്നത്. രാവിലെ നടന്ന യുവസംഗമം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. K ശങ്കരനുണ്ണി അധ്യക്ഷനായിരുന്നു. യുവസംവാദവും ഈ ഭാഗത്തിൽ നടന്നു. കുസാറ്റ് ഹെഡ് ബീന C സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ മൃഗസംരക്ഷണ വകുപ്പ് മ്യൂസിയം റിട്ടയർഡ് ഡയറക്ടർ ഉദയവർമ്മൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് P പത്മനാഭൻ അധ്യക്ഷനായി. അനുശോചനം, വരവ് ചെലവ് കണക്ക്, റിപ്പോർട്ട് അവതരണങ്ങൾ എന്നിവയുമുണ്ടായിരുന്നു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സമാജത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തു. സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സ്വയംഭരണാധികാരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് ന്യൂഡൽഹി BR അംബേദ്കർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ശ്യാം B മേനോൻ. ബാങ്ക് മെൻസ് ക്ലബ്ബും സെക്യുലർ കളക്ടീവും ചേർന്ന് സംഘടിപ്പിച്ച ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സർവകലാശാലയുടെ നിലനിൽപ്പും സ്വയംഭരണാവകാശവും തകർക്കാൻ ശ്രമം നടക്കുന്നതായി ഡൽഹി ഡോക്ടർ BR അംബേദ്കർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ശ്യാം B മേനോൻ പറഞ്ഞു. അളകാപുരി ഓഡിറ്റോറിയത്തിൽ ബാങ്ക്മെൻസ് ക്ലബ്ബും സെക്യുലർ കളക്ടീവും ചേർന്ന് സംഘടിപ്പിച്ച സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Usually state universities feel somewhat inadequate because they are not central.
The central universities are much greater facilities and privileges, but the state universities don't have that. സർവകലാശാലകൾക്ക് മേലുള്ള നിയന്ത്രണം ചിന്തകൾക്ക് മേലുള്ള കയ്യേറ്റമാണ്. സാമൂഹിക പ്രക്രിയയിൽ സുപ്രധാന പങ്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികാര കേന്ദ്രങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നത് സമൂഹത്തെ മുഴുവൻ നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കും. വൈസ് ചാൻസലർ പദവികൾ തൊട്ട് ചാൻസലർമാർ വരെ നാമനിർദ്ദേശത്തിലൂടെ നിയമിക്കുന്ന രീതി ഇതിന്റെ ഭാഗമാണ്. അക്കാദമിക സ്ഥാപനങ്ങളെ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാൽ നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. ഇതോടെ ആശയ ഉൽപാദനത്തിന്റെയും രൂപവൽക്കരണത്തിന്റെയും സ്ഥാനത്തുനിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങളായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കുന്ന വ്യാജേന വർഗീയ പഠനക്രമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അധ്യക്ഷം വഹിച്ച ഡോക്ടർ കെ ഗോപാലൻകുട്ടി പറഞ്ഞു. ദിനേശ് വർമ്മ സ്വാഗതവും സുഹൈബ് നന്ദിയും പറഞ്ഞു. ഇരിങ്ങൽ സർഗാലയ കലാശില്പ കലാഗ്രാമത്തിൽ രാജ്യാന്തര കരകൌശല മേളയിലും കലാസാംസ്കാരിക മേളയിലും തിരക്കേറുന്നു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ മേള രാജ്യത്തിന്റെ കരകൌശല വൈദഗ്ധ്യവും പാരമ്പര്യ കലാവൈഭവവും ഒത്തുചേരുന്ന കരകൌശല ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. വിനോദസഞ്ചാര മേഖലയിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ച് സർഗാലയ കലാഗ്രാമത്തിലെ അന്താരാഷ്ട്ര കരകൌശലമേള ജനകീയ ഉത്സവമായി മാറുന്നു. പ്രകൃതി രമണീയമായ മൂരാട് പുഴയോരത്ത് സർഗാലയയിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റാളുകളിൽ കരവിരുതിന്റെ വൈദഗ്ധ്യം വിളിച്ചോതുന്ന കമനീയ ശേഖരം സന്ദർശകരായി എത്തുന്നവരുടെ മനം കവരുകയാണ്. ഓരോ നാടിന്റെയും പാരമ്പര്യ മഹിമയും മതസൌഹാർദ്ദവും വെളിവാക്കുന്ന തനത് കലാരൂപങ്ങളുടെ നേർക്കാഴ്ചയാണ് 22 സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ മേളയിൽ ഒരുക്കിയത്. കരവിരുതിൽ സൃഷ്ടിച്ച വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളിൽ തെളിയുന്ന കലാകാരന്മാരുടെ ശില്പവൈഭവം ആരെയും ആകർഷിക്കുന്നതാണ്. ലോഹനിർമ്മാണം, വാഴനാര്, ചകിരി എന്നിവ ഉപയോഗിച്ചുള്ള കലാസൃഷ്ടികൾ, മുള, പന എന്നിവയിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ, മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രശേഖരം, കാർപ്പറ്റുകൾ തുടങ്ങിയവ കരകൌശല വൈദഗ്ധ്യത്തിന്റെ പാരമ്പര്യം അടയാളപ്പെടുത്തുന്നു. കൊട്ടാരങ്ങളിലും മ്യൂസിയങ്ങളിലും പ്രദർശിപ്പിക്കുന്ന ബ്രാൻഡ് മെറ്റൽ ശില്പങ്ങളുടെ തത്സമയ നിർമ്മാണ പ്രദർശനവും സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നുണ്ട്. ആറന്മുള കണ്ണാടിയും വേരുകളിൽ കൊത്തിയെടുക്കുന്ന ധാരുശില്പങ്ങളും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു. പ്രത്യേകം സജ്ജമാക്കിയ 232 ഓലക്കുടിലുകളിലാണ് പ്രദർശനം ഒരുക്കിയത്. 68 അവാർഡ് ജേതാക്കൾ ഉൾപ്പെടെ 300ഓളം കലാകാരന്മാരാണ് മേളയിൽ കരവിരുതിന്റെ വിസ്മയം തീർക്കുന്നത്. 17 ദിവസങ്ങളിലായി നടക്കുന്ന മേള ജനുവരി 5-നാണ് സമാപിക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാരുടെ സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട്. വൈകിട്ട് 7-നാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത്. കശ്യപവേദ റിസർച്ച് ഫൌണ്ടേഷന്റെയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഉജ്ജയിനിയിലെ മഹർഷി സാന്ദീപനി രാഷ്ട്രീയ വേദവിദ്യാ പ്രതിഷ്ഠാനത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് ത്രിദിന വേദസമ്മേളനവും വേദിക് കോൺഫറൻസും നടക്കും. ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 28-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കശ്യപാശ്രമത്തിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക. കേരളത്തിൽ പാരമ്പര്യമായ രീതിയിൽ ചെല്ലുന്ന തരത്തിലല്ല കർണാടകത്തിലും ആന്ധ്രയിലും പിന്നെ ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങളിൽ, ഉജ്ജയിനി പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വേദത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഗവേഷണം നടത്തുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയൊരു അവസരമായിരിക്കും. ഹരിദ്വാർ മുതൽ കാഞ്ചീപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട വേദപണ്ഡിതന്മാരാണ് 3 ദിവസങ്ങളിലെ കശ്യപാശ്രമത്തിൽ ഒത്തുകൂടുക. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അത്യപൂർവ വേദപ്രയോഗങ്ങൾ വേദസമ്മേളനത്തിൽ അരങ്ങേറും. രാവിലെയും ഉച്ചയ്ക്കുമായി 2 സെഷനുകളിലായാണ് പ്രബന്ധാവതരണം. 29-ന് രാവിലെ 7:30 മുതൽ 10 വരെ വിവിധ സമ്പ്രദായക്കാരുടെ വേദപ്രയോഗങ്ങളാണ്. 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രബന്ധാവതരണം നടക്കും. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ 2:30 വരെ വേദം ചൊല്ലലുണ്ടാകും. തുടർന്ന് 5 മണി വരെ പ്രബന്ധാവതരണമാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 വരെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10-ആയി. പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. ഖാദി ഓണം
മേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായിത്തെരുവ്, കോഴിക്കോട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം ഗ്രാമദീപം സപ്തദിന ക്യാമ്പ് ചുള്ളിപ്പറമ്പ് VPLP സ്കൂളിൽ നടന്നുവരികയാണ്. വിവിധ പദ്ധതികളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനുതകുന്ന നിരവധി പദ്ധതികളുമായി ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ 2015-16 വർഷത്തിലെ സപ്തദിന ക്യാമ്പ് ചുള്ളിപ്പറമ്പ് കരിങ്കല്ലായി VPLP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ജൈവ പച്ചക്കറിത്തോട്ട നിർമ്മാണം, മാലിന്യ സംസ്കരണ ബോധവൽക്കരണം, ഫുട്പാത്ത് ഡ്രൈനേജ് ശുചീകരണം, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കലാപരിപാടികൾ എന്നിവയാണ് നടക്കുന്നത്. ഗ്രാമദീപം എന്ന പേരിലാണ് സപ്തദിന ക്യാമ്പ് നടക്കുന്നത്. കുളങ്ങരപ്പാടം ഡ്രൈനേജും പരിസരവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. വ്യാഴാഴ്ച പ്രവീൺ കോട്ടകലിന്റെ നേതൃത്വത്തിൽ നമുക്കൊരു നാടകം കളിക്കാം, ഒരു പാവനാടകം എന്ന വിഷയത്തിലും സ്മാർട്ട് വിങ്സ് ഡയറക്ടർ മനോജ് പൂളക്കലിന്റെ നേതൃത്വത്തിൽ നേതൃശില്പശാലയും നടന്നു. ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകൻ പ്രബീഷ് കുമാറാണ് ക്യാമ്പ് ഓഫീസർ. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. സംഘാടക സമിതി ചെയർമാൻ K ജമീല, കൺവീനർ M ഷാജി, ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, വൈസ് പ്രസിഡന്റ് KV മുസ്തഫ, സംഘാടക സമിതി ജോയിന്റ് കൺവീനർ വിശ്വനാഥൻ, ചുള്ളിപ്പറമ്പ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ കൃഷ്ണകുമാർ, ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PJ ലൂസി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാലിക്കറ്റ് ഗേൾസ് HSS NSS ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി ശ്രദ്ധേയമായി. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഡിസംബർ 19 മുതൽ 25 വരെ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിൽ പ്രധാനമായിരുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ റാലി. കൌൺസിലർ PP ബീരാൻകോയ മാത്തോട്ടത്ത് ബോധവൽക്കരണ റാലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പ്ലാക്കാർഡുകളുമായി പ്രദേശത്ത് ബോധവൽക്കരണ റാലി നടത്തി. സ്പന്ദനം 2015 എന്ന് പേരിട്ട ക്യാമ്പിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി ഏറെ ശ്രദ്ധേയമായി. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. കൌൺസിലർ N സതീഷ് കുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ അധ്യക്ഷം വഹിച്ചു. M ഗോപി, K നാരായണ മേസ്തിരി, T ഹസൻ, KP രമാദേവി, PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, PK ബാലകൃഷ്ണൻ, C കൃഷ്ണൻ, ഡോക്ടർ MP പത്മനാഭൻ, P ബാലൻ, C രാധ എന്നിവരെയാണ് ആദരിച്ചത്. NSS പ്രോഗ്രാം ഓഫീസർ TP ഷബ്ന, MK അഫ്സൽ, P ആസ്മാബി, ഫാത്തിമ ഷഫ്ന, P നസീബ്, ഫർഷാന ജബിൻ, നഫ്സത്ത് മുബാരിസ് എന്നിവർ സംസാരിച്ചു. പ്രിയരാഗങ്ങൾ ഈണം മീട്ടിയ സായം സന്ധ്യയ്ക്ക് കുളിരേകി റഫി നൈറ്റ് കോഴിക്കോട് ബീച്ചിൽ നടന്നു. മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മന്ത്രി MK മുനീർ അടക്കമുള്ള പ്രമുഖർ ഗാനങ്ങൾ ആലപിച്ചു. പതിറ്റാണ്ടുകൾക്കപ്പുറവും തലമുറകൾ പാടിയും കേട്ടും ആസ്വദിക്കുന്ന അനശ്വരഗാനങ്ങൾ പെയ്തിറങ്ങിയ സന്ധ്യയിൽ നഗരം വിഖ്യാത ഗായകൻ മുഹമ്മദ് റഫിയുടെ ജന്മദിനം ആഘോഷിച്ചു. ശാന്തമായ തിരമാലകൾക്കൊപ്പം എത്തിയ തണുത്ത കാറ്റേറ്റ് കടപ്പുറത്തിരുന്ന ആസ്വാദകർ റഫി ഗാനങ്ങളെ ഹൃദയത്തിലേറ്റുവാങ്ങി. മുഹമ്മദ് റഫി ഫൗണ്ടേഷനാണ് കടപ്പുറത്ത് റഫി നൈറ്റ് സംഘടിപ്പിച്ചത്. റഫിയുടെ ഓർമ്മയിൽ ഗായകർ പാടിത്തുടങ്ങിയപ്പോൾ സദസ്സ് ഒപ്പം പാടിയും താളമിട്ടും ആസ്വാദനത്തിന്റെ പടികൾ കയറി. 70കളുടെ തുടക്കത്തിൽ ആരംഭിച്ച് ഇന്നും ലോകമെങ്ങും ആസ്വാദകർ അറിയാതെ മൂളുന്ന ബഡി ദൂർസെ എന്ന ഗാനത്തോടെ അബ്ദുൽ ഹക് തേജ് റഫി നൈറ്റിന് തുടക്കമിട്ടു.
ശ്രുതി സവാലെ സായിബാബ എന്ന ഗാനം സജ്ജാദിന്റെ നേതൃത്വത്തിൽ പുനരവതരിപ്പിച്ചു. 1964 റഫി ആസ്വാദക ലോകത്തിന് സമ്മാനിച്ച ആജ് കി രാത് എന്ന ഗാനം അബ്ദുൽ ഹക് തേജ് പാടി. ഭരി ദുനിയാമേ എന്ന ഗാനം സൗരവ് കൃഷ്ണൻ ആലപിച്ചു. ഉസ്മാൻ കോഴിക്കോട്, ഫാറൂഖ് തലശ്ശേരി, കീർത്തന, ഗോപിക എന്നിവരാണ് മറ്റ് ഗാനങ്ങൾ ആലപിച്ചത്. പപ്പൻ കോഴിക്കോട്, എം ഹരിദാസ് എന്നിവർ കീബോർഡിലും അഭിജിത്ത് ഫ്ലൂട്ടിലും, മണികണ്ഠൻ തറാൽ, സജി ജോൺ മിൽട്ടൺ, സാജു വാടിയിൽ എന്നിവർ വയലിനിലും, പ്രമോദ് ഷെനായ് ലീഡ് ഗിറ്റാറിലും, ഹബീബ് ബാസ് ഗിറ്റാറിലും, പീതാംബരം മൃദൻ പാഡിലും, ജോയ് തുമ്പയിലും, സന്തോഷ് ഷബീർദാസ് എന്നിവർ തബലയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. റഫി ഫൗണ്ടേഷൻ പ്രസിഡന്റ് KB സക്കീർ ഹുസൈൻ അധ്യക്ഷം വഹിച്ചു. K അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി P പ്രകാശ്, വൈസ് പ്രസിഡന്റ് K സുബൈർ, ട്രഷറർ P അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. നടൻ ലാലു ലക്സ് മുഖ്യാതിഥിയെ പങ്കെടുത്തു. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 91ാം ജന്മദിനത്തിൽ നഗരം സംഗീത സാന്ദ്രമായി. ഇന്ത്യൻ സോഷ്യൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ 91ാം ജന്മദിനത്തിലാണ് നഗരത്തിൽ പലയിടങ്ങളിലായി അദ്ദേഹത്തിന്റെ ഗാനസന്ധ്യകൾ അരങ്ങേറിയത്. ക്രിസ്തുമസ് അവധിയുടെ തലേന്ന് സ്ത്രീകളും കുട്ടികളുമായി വൻ ജനാവലി പാട്ട് കേൾക്കാൻ തടിച്ചുകൂടി. ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ടൗൺ ഹാളിൽ റഫി നൈറ്റ് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. തുജ്കെ പുക്കാരോ, ആജ് മോസം ബഡ, ഓ ദുനിയ കെ രഘുവാലെ തുടങ്ങിയ എക്കാലത്തെയും ഹിറ്റുകൾക്കൊപ്പം തേരി ദുനിയ സേ ദൂർ, ജിൽമിൽ സിതാരം സെ തുടങ്ങിയ യുഗ്മഗാനങ്ങളും ഒഴുകിയപ്പോൾ നിറഞ്ഞൊഴുകിയ ടൗൺ ഹാൾ ഒന്നായി താളം പിടിച്ചു. ഗോകുൽജി, തൽഹത്ത്, രാധിക റാവു, റിയാസ്, ജാഷിം, തുളസീധരൻ, സ്വാതി റാവു, പ്രിയ റാവു, ശ്രുതി, സൂര്യ എന്നിവർ ചേർന്ന് 35 ഹിറ്റ് ഗാനങ്ങളാണ് ആലപിച്ചത്. സന്തോഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഓർക്കസ്ട്ര. ഉദ്ഘാടന ചടങ്ങിൽ NC അബൂബക്കർ, നുസ്രത് ജഹാൻ, AS ഷബ്നം, AR ഷെയ്ഖ്, C രമേശ്, MPM മുബഷീർ, ജബ്ബാർ പാലാഴി, K മൊയ്തീൻ കോയ എന്നിവർ സംസാരിച്ചു. തു ഹിന്ദു ബനേഗ നാ മുസൽമാൻ ബനേഗ എന്ന ഗാനത്തോടെയായിരുന്നു ടൗൺ ഹാളിലെ പരിപാടികൾക്ക് തുടക്കമായത്. അറിയിപ്പുകൾ. KSCB മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സിന്റെ യോഗം 27 രാവിലെ 10 മണിക്ക് ബാലുശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരും. ഫോൺ 9745173022. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ മലപ്പുറം MSP കാറ്റഗറി നമ്പർ 267/2011 റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ യോഗം 27 ഉച്ചയ്ക്ക് 2 മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും. ഫോൺ 9847222249. ITI ഡിപ്ലോമ പാസ്സായവർക്ക് സൗരോർജ്ജ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് അനർട്ട് പരിശീലനം നൽകും. ഫോൺ 049523736764. ജനുവരി 4, 5, 6 തീയതികളിൽ കൽപ്പറ്റയിലാണ് പരിശീലനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദൈവപുത്രന്റെ തിരുപ്പിറവി അനുസ്മരിച്ച് ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പാതിര കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും. ആതുര സേവനം സാമൂഹികമാക്കുക എന്ന ലക്ഷ്യവുമായി രാമകൃഷ്ണാശ്രമത്തിന്റെ ഡിസ്പെൻസറി മീഞ്ചന്തയിൽ. ക്ഷേത്ര പരിസരത്ത് ലോട്ടറി വിൽപ്പന നിരോധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ലോട്ടറി വിൽപ്പനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.